നല്ലുടൽ പരിപാടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അത് എത്ര കാലം കൊണ്ടാണ് ആ കോഴ്സ് നടത്തുന്നത്? അതിലേക്ക് ആളുകളൊക്കെ വരുമ്പോൾ ഈ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു സമയം എന്നുള്ള രീതിക്ക് വരാൻ പറ്റണം, അങ്ങനത്തെ ആ സമയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ, അതായത് ഇപ്പൊ നമ്മളൊരു ഫ്ലെക്സിബിൾ ടൈമിങ്ങുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ മോർണിംഗ് 6 to 7:30 പോലത്തെ ഒരു സമയമാണ്, അല്ലെങ്കിൽ വൈകുന്നേരം 5:30-ക്ക് ശേഷം, അവർക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള 6:30-ക്ക് ശേഷമുള്ള അങ്ങനെ ഒരു സമയമാണ് നമ്മളിപ്പോ നല്ലുടൽ പ്രോഗ്രാമിന് വേണ്ടി വെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ IT മേഖലയിൽ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UST ഗ്ലോബൽ പോലുള്ള കമ്പനീസിൽ ഏതാണ്ട് 100ഓളം പിന്നെ അവിടുത്തെ ഒഫീഷ്യൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ട ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, IT പാർക്കുകളിലെ കളരി പഠനം എന്നുള്ളത് ഒരു വലിയ വാർത്തയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ മീഡിയാസും കവർ ചെയ്തൊരു വാർത്തയാണ്. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പുതിയ യുവതലമുറ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മെന്റലി ഡിസോറിയന്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഡിസ്ട്രാക്ഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് വളരെ മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പൊ IT കമ്പനീസിൽ നമ്മൾ കാണുന്നത് ഒരുപാടധികം ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അവർ പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്നത് പോലെ മെന്റലി ഓറിയന്റേഷൻ ഇല്ലാത്തത്, അതുപോലെ തന്നെ ഒരുപാടധികം രോഗങ്ങൾ. അപ്പൊ അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കളരിപ്പയറ്റിനെ, നമ്മുടെ നല്ലുടൽ പ്രോഗ്രാമിനെ IT കമ്പനീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ആക്സിയ ടെക്നോളജീസും അതുപോലെ തന്നെ UST ഗ്ലോബലിലും നമ്മൾ നിരവധി പേരെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു മാസക്കാലം നീണ്ടു നിന്ന അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം വളരെയധികം എനർജറ്റിക് ആയി, അവരുടെ സ്ലീപ്പ് സൈക്കിൾസ് കറക്റ്റ് ആയി, വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു മാസത്തെ ട്രാൻസ്ഫോർമേഷൻ അവർ തന്നെ ഫീഡ്ബാക്സ് ആയിട്ട് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. കമ്പനീസിന്റെ പ്രൊഡക്ടിവിറ്റിയിലും അത് വളരെയധികം ഒരു 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 പ്രോമിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്ര കാലത്തെ പരിപാടിയായിട്ടാണ് ഈ നല്ലുടൽ എന്നുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? നല്ലുടൽ ആക്ച്വലി ശരിക്കും കളരിപ്പയറ്റ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ശൈലിയായിരുന്നു. ഒരു ആയോധന കലാ സംവിധാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജീവിത ശൈലിയായിരുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാമല്ലോ, എപ്പോഴും ഏത് രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് യു ഡു എക്സസൈസ് എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ ഒരു കംപ്ലീറ്റ് എക്സസൈസ് നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഏതാണ്ട് 6 മാസത്തെ ക്യാപ്സൂളുകളാണ്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ ഒരു ഘട്ടത്തിലെത്തും. അടുത്ത 6 മാസം കൊണ്ട് അത് പ്രോഗ്രസ് മുന്നിലേക്ക് പോകും. അത്തരത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ലുടൽ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ ആൾക്കാർ പലരും 3 വർഷം 4 വർഷമായിട്ട് അവർ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ആസ് എ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയായിട്ട് തന്നെ അവർ അതിനെ കൊണ്ടുവരുന്നു. കാരണം ആ ദൈനംദിനമായിട്ടുള്ള എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്തിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ ലോഞ്ചിവിറ്റിയുടെ ആസ്പെക്റ്റിലൊക്കെ. നിത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ വ്യായാമം എന്നുള്ള നിലയിലാണ് ശരിക്കും നല്ലുടൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എത്ര സമയം വരെയാണ് ഈ പരിപാടി ചെയ്യേണ്ടത്? നിയമത്തുള്ള അവിടെ തന്നെയാണ് നല്ലുടൽ പ്രോഗ്രാം നമ്മളിപ്പോ ചെയ്യുന്നത് വീക്ക്ലി ത്രൈസ് ആണ്, 3 ദിവസം. ഒന്നുകിൽ തിങ്കൾ, ബുധൻ, വെള്ളി, അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം. അത് 1.5 മണിക്കൂർ സമയമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറെ അധികം ബ്രീത്തിങ് പ്രാക്ടീസസ് ഉണ്ട്, അതോടൊപ്പം കളരി പ്രാക്ടീസസ് ഉണ്ട്, പിന്നെ കുറച്ച് സമയം, ഒരു ഷോർട്ട് സമയം നമ്മൾ കുറച്ച് മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം കുറെ അധികം ഒരു പാക്കേജ് പോലെ ഇരിക്കും, ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ, ഒരു ഹോളിസ്റ്റിക് പാക്കേജ്. കളരിപ്പയറ്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇന്നോവേഷൻ ചെയ്തത് അഗസ്റ്റിൻ കളരിയാണ്. കാരണം നമ്മൾ നല്ലുടൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വിഭാവനം ചെയ്തു. നല്ലുടൽ എന്ന് പറയുന്നത് ഗുഡ് ബോഡി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നല്ലൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം പ്രകടമാകുന്നതെന്നാണ് എല്ലാ സ്റ്റഡീസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കളരി പരിശീലനം കുറച്ച് വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. എന്നാൽ അതേസമയം കളരി പരിശീലനം ഒരു സമ്പൂർണ്ണ ഹെൽത്ത് പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതിനകത്ത് നമുക്ക് കാർഡിയോ വാസ്കുലർ എക്സസൈസ്, അതായത് ഹൃദയത്തിനെ ബലപ്പെടുത്തുന്ന എക്സസൈസസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്, ശരീരത്തിനെ ഫ്ലെക്സിബിൾ ആക്കുന്ന എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് മസ്കുലാർ എക്സസൈസസ് ഉണ്ട്, ബോഡി ബാലൻസിങ് ആർട്ടാണ് കളരിപ്പയറ്റ്. അപ്പോൾ ബോഡി ബാലൻസിങ് എക്സസൈസുകളുണ്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് വേണം നമുക്ക് കളരിപ്പയറ്റിനെ കാണാനായിട്ട്. അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക്
കുട്ടികളിൽ മാത്രം ഒതുക്കി നിർത്തണം, എന്തുകൊണ്ട് എല്ലാവർക്കും കളരി ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നല്ലുടൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. കാരണം അതിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മൾ ബോഡി നല്ലപോലെ റിജിഡ് ആയിരിക്കാം, നമ്മുടെ ഓറിയന്റേഷൻസ് പ്രശ്നം ഉണ്ടാവാം, ബോഡി ബാലൻസിങ്ങിൽ ഇഷ്യൂസ് ഉണ്ടാകാം, ഈ പറയുന്ന മസ്കുലാർ സ്ട്രെങ്തിലും കാർഡിയോവാസ്കുലാർ സ്ട്രെങ്തിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാവാം. അപ്പൊ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന അതേ പേസിൽ ഒരിക്കലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ 30 or 35. പലരും ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ പിടിയിലാണ്, അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആണ്, നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ മെലോ ഡൗൺ ചെയ്ത് സ്ലോ പേസിൽ എങ്ങനെ അവരുടെ സ്ട്രെങ്തിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നല്ലുടൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അധികം പേര് നമ്മുടെ പല സെന്റേഴ്സിലും നല്ലുടൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടീസിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവരെത്തുമ്പോൾ വളരെ ഫ്ലെക്സിബിലിറ്റി ലെവലിൽ വളരെ മോശമായിട്ട് എത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിലും മോശമായിട്ട് എത്തുന്നവര് ഒരു 4-5 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ അവരെ അതിനുവേണ്ടി കളരിയിലേക്ക് പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലിപ്പോ നല്ലുടൽ പ്രാക്ടീസ് ചെയ്ത പല ആൾക്കാരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഏതാണ്ട് 1 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് അവര് പൂർണ്ണമായും കളരിപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ പെർഫോമൻസിലേക്ക് എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഗ്രാജുവലി അവരെ മാറ്റിയെടുക്കാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതിനകത്തൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മെന്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് എപ്പോഴും കളരി പ്രാക്ടീസിനകത്തുണ്ട്. അൾട്ടിമേറ്റ്ലി എല്ലാ മാർഷൽ ആർട്സും ഒരു മെന്റൽ ട്രെയിനിങ് ആണ്. ഈ മെന്റൽ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ മനസ്സിന് കട്ടി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇതൊരു രോഗശാന്തിക്കും കൂടെ ഉള്ളൊരു വഴിയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ അഗസ്ത്യം അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം വി ആർ ദ ക്യൂറർ, വി ആർ ദ ക്രിയേറ്റർ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആയുർവേദത്തിന്റെ രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും ആയുർവേദ രോഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നിജരോഗാസ് എന്നും ആഗന്തുജ രോഗാസ് എന്നും മാനസരോഗാസ് എന്നും 3 കാറ്റഗറി ഓഫ് രോഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിജരോഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 85% വരുന്ന രോഗങ്ങളും നിജരോഗ കാറ്റഗറിയിലാണ് ഇരിക്കുന്നത്. നിജരോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ക്രിയേറ്റഡ് രോഗാസ് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് എന്ന് പറയും. അതായത് രോഗങ്ങൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഒന്നുകിൽ നമ്മൾ ഒരു അൺഅവയർനെസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റായ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങളാണ് മേജർ ആയിട്ടുള്ള രോഗങ്ങൾ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കുറിച്ചുള്ള അൺഅവയർനെസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് രോഗങ്ങൾ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ ദ ക്യൂറസ്റ്റ് എന്നാണ്. എല്ലാ മെഡിസിൻ സിസ്റ്റത്തിനും വാസ്തവത്തിൽ നമ്മുടെ ക്യൂറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് ആണ് എല്ലാ മെഡിസിൻ സിസ്റ്റവും. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നെന്ന് വെച്ചോളൂ. മുറിവ് വന്നാൽ അത് തനിയെ വേണമെങ്കിൽ അത് ജോയിൻ ആവുക, ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ക്യൂറിങ് ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസൈഡിൽ നിന്നാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ബോഡി സിസ്റ്റമാണ് അതിനെ ക്യൂർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ എല്ല് പൊട്ടി, ഇപ്പം മെഡിസിൻ സിസ്റ്റത്തിന് അതിനെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കാൻ പറ്റും, പക്ഷെ റിക്കവറിയും ക്യൂറിങ്ങും നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം ഹാപ്പൻ ചെയ്യേണ്ടത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ വി ആർ ദ ക്രിയേറ്റേഴ്സ്, വി ആർ ദ ക്യൂറേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ ക്യൂറിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച്, നമ്മളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അഗസ്ത്യം അഡ്വക്കേറ്റ് ചെയ്യുന്നതും നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ഈ സിസ്റ്റത്തിനെ കുറിച്ച്, ഈ ഫിസിക്കൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങളുടെ മെന്റലി ഹൗ ക്യാൻ യു ഇവോൾവ്, എന്തൊക്കെയാണ് നിങ്ങളുടെ സാധ്യതകൾ എന്ന് സ്വയം തിരിച്ചറിയുക എന്നാണ് ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.